Welcome to NCERT +9 +2 Physics. അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ സ്പെസിഫിക് ഹീറ്റ്സ് ഡിസ്കസ് ചെയ്തു ബേസ്ഡ് ഓൺ നമ്മൾ എന്താണ് ടോപ്പിക് പാർട്ടീഷൻ ഓഫ് എനർജി വെച്ചിട്ട്. സോ നിങ്ങളുടെ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോയിന്റിലെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലെ സമ്മറിയിലെ പോയിന്റ് ആണ് യൂസിംഗ് ദ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി ദ മോളാർ സ്പെസിഫിക് ഹീറ്റ്സ് ഓഫ് ഗ്യാസസ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ആൻഡ് ദ വാല്യൂസ് ആർ negligible with the experimental values of specific heats of several gases. The agreement can be improved by including vibration modes of motion. അപ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ ആൻഡ് ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷനുമാണ് മെയിൻ ഫ്രീ പാത്ത്. അപ്പോൾ അതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം മെയിൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് എത്രമാത്രം, അത് ഒരു ഗ്യാസ് മോളിക്യൂളിന് കൊളീഷന് മുന്നേ ആയിട്ട് എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മെയിൻ ഫ്രീ പാത്ത്. ഓക്കെ, അപ്പൊ അതെന്താന്ന് നമുക്ക് നോക്കാം. അപ്പം ഗ്യാസ് മോളിക്യൂൾസിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് സ്പീഡ് ഓഫ് സൗണ്ട് ആണ്. അത്രയധികം സ്പീഡാണ് ഗ്യാസ് മോളിക്യൂൾസിനും ഉള്ളത്. പക്ഷെ നിങ്ങൾക്കറിയാം, ഇപ്പം ഒരു കിച്ചണിലെ ഗ്യാസ് ലീക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു സിലിണ്ടർ ലീക്ക് ചെയ്യുവാണെങ്കിൽ അത് എല്ലാ റൂംസിലേക്കും എത്താനായിട്ട് ഡിഫ്യൂസ് ചെയ്ത് അത് എത്താൻ ഒരു കൺസിഡറബിൾ ടൈം എടുക്കും. നമ്മൾ പറഞ്ഞത് എന്താണ്, ഗ്യാസ് മോളിക്യൂൾസിന് സൗണ്ടിന്റെ അത്രയും സ്പീഡൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഡിഫ്യൂഷൻ ഒരുപാട് സമയം എടുക്കുന്നത്? എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്മോക്കിന്റെ ക്ലൗഡ് എന്ന് പറഞ്ഞ ഒരുപാട് നേരം അതുപോലെ ഇരിക്കും, സ്മോക്ക് ക്ലൗഡ് ഒക്കെ. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, മോളിക്യൂൾസ് എന്ന് പറയുന്ന ഗ്യാസിന്റെ മോളിക്യൂൾസിന് അത് വളരെ ചെറുതാണെങ്കിൽ ഒരു ഫൈനൈറ്റ് സൈസ് ഉണ്ട്. അപ്പം അതിന് കൊളീഷൻസ് അത് എപ്പോഴും അണ്ടർഗോ ചെയ്യും. ഓക്കെ, അത് കൊളൈഡ് ചെയ്യും മറ്റു മോളിക്യൂൾസുമായിട്ട്. അപ്പം അങ്ങനെ കൊളൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാതെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയല്ല. അവരുടെ പാത്ത് എപ്പോഴും ഡിഫ്ലക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും, മാറി മറിഞ്ഞിങ്ങനെ. കൊളിഷൻ കാരണം അവരുടെ പാത്ത് എപ്പോഴും ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം സപ്പോസ് നമ്മുടെ ഈ ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ സ്ഫിയർ ആണെന്ന് വിചാരിക്കാം. ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ സ്ഫിയർ ആണെന്ന് വിചാരിക്കാം. ആ സ്ഫിയറിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ d ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഒരു സിംഗിൾ ഗ്യാസ് മോളിക്യൂൾ ആണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു സിംഗിൾ ഗ്യാസ് മോളിക്യൂൾ എടുക്കുന്നു ആൻഡ് ആ ഗ്യാസ് മോളിക്യൂളിനെ യു ആർ കൺസിഡറിങ് ഇറ്റ് ആസ് എ സ്ഫിയർ വിത്ത് എന്താണ് അതിന്റെ ഡയമീറ്റർ d ആണ്. ആൻഡ് അതിനൊരു ആവറേജ് വെലോസിറ്റി, അതിന്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഇങ്ങനെ, ഇതാണ് അതിന്റെ ആവറേജ് സ്പീഡ് v എന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇതിന് ഈ ആംഗിൾ ബ്രാക്കറ്റ് മീൻസ് അതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് അത് എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞ അനുസരിച്ച് അതെപ്പോഴും കൊളൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കൊളൈഡ് ചെയ്യാന്ന് വെച്ചാൽ, അതായത് ഒരു കൊളൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് മറ്റൊരു ഗ്യാസ് മോളിക്യൂളായിട്ട് കൂട്ടിമുട്ടിയതാണ്. ഇത് വേറൊരു ഗ്യാസ് മോളിക്യൂൾ അതുപോലെ തന്നെ അതേപോലെ ഡയമീറ്റർ d ഉള്ള. അപ്പം എന്താണ്, ഒരു ഗ്യാസ് മോളിക്യൂളായിട്ട് കൊളൈഡ് ചെയ്യുക മീൻസ് നമുക്കതിനെ എങ്ങനെയാ കൊളീഷൻ അവിടെ നടന്നു എന്ന് പറയാൻ പറ്റുന്നത്, ഇതിന്റെ സെന്ററിൽ നിന്നും ഇതിന്റെ സെന്റർ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് d ആവുകയാണെങ്കിൽ we can say that collision happened, അല്ലെ? അപ്പം ഈ ഒരു സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് d ആവുമ്പോ, രണ്ട് മോളിക്യൂൾസിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഈ കേസിൽ d ആവുമ്പോ, കാര്യം നമ്മൾ ഇവിടെ ഡയമീറ്റർ d ആണ് എടുത്തത്. സോ ഇതും d/2 ഇതും d/2. സോ d/2 പ്ലസ് d/2 മീൻസ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ d ആവും, അല്ലെ? അപ്പം ആ ഒരു ഡിസ്റ്റൻസിന്റെ അകത്ത് സെന്ററിൽ നിന്ന് മറ്റേ മോളിക്യൂളിന്റെ സെന്റർ വരെ വരാനുള്ള ഡിസ്റ്റൻസ് d ആവുന്ന സമയത്ത് we can say that collision happened എന്ന് പറയാം. അപ്പം ഈ ഒരു കൊളീഷൻ സംഭവിക്കുന്ന ആ ഒരു എഫക്റ്റീവ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു d ഡയമീറ്റർ ഉള്ള മോളിക്യൂൾ ഉണ്ടായിരുന്നു. അത് മറ്റൊരു മോളിക്യൂളുമായിട്ട് കൊളീഷൻ നടക്കുക മീൻസ് അതിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d ആണ്. ഓക്കെ, അപ്പം ആ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് d ആവുന്ന സമയത്താണ് കൊളീഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊളീഷൻ നടക്കുമ്പോൾ നമുക്ക് ഇതിനെ മൊത്തത്തിൽ ഇതിങ്ങനെ കൊളൈഡ് ചെയ്തെന്ന് വിചാരിക്കും. അപ്പം ഇങ്ങനെ കൊളൈഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്തു. ഓക്കെ, സ്റ്റിക്ക് ചെയ്തെന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു ഒറ്റ എൻറ്റൈറ്റി ആയിട്ട്, ഒരു ഒറ്റ സ്ഫിയർ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഒരു കമ്പൈൻഡ് സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നമ്മുടെ ഒരു എഫക്റ്റീവ് അതിൻ്റെ ഏരിയ ഓഫ് കൊളീഷൻ എന്ന് പറയുന്നത് എഫക്റ്റീവ് കൊളീഷൻ ഏരിയ, അത് മൊത്തത്തിൽ നമുക്ക് ആ കൊളീഷൻ ഏരിയ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ആ കൊളീഷൻ ഏരിയ എന്ന് പറയുന്നത്
ഇറ്റ് ഈസ് പൈ ഇൻറ്റു റേഡിയസ് സ്ക്വയർ. അപ്പൊ ഇതിനെ മൊത്തത്തിൽ നമ്മൾ ഒറ്റ എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് വി കുഡ് ടേക്ക് ഇറ്റ് ആസ് ഡി. സോ പൈ ഡി സ്ക്വയർ എന്ന് പറയുന്നതാണ് എഫക്റ്റീവ് കൊളീഷൻ ഏരിയ. അപ്പം ഇതിങ്ങനെ കൊളൈഡ് ചെയ്യാണ് അല്ലെ, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും കൊളൈഡ് ചെയ്യും. അപ്പം ഒരു കൊളീഷന്റെ സമയത്ത് ഇങ്ങനെ കൊളൈഡ് ചെയ്യുമ്പോൾ എത്രമാത്രമാണ് വോളിയം എത്രയാണെന്ന്, അത് സ്വീപ്പ് ചെയ്യുന്ന വോളിയം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, സോ ഇൻ ടൈം ഒരു ഡെൽറ്റ ടി എന്ന് പറഞ്ഞ സമയത്ത് ഒരു കൊളീഷൻ നടന്നു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റീവ് വോളിയത്തിൽ, ആ കൊളീഷൻ നടക്കുന്ന എഫക്റ്റീവ് വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം, വോളിയം ഇസ് ഈക്വൽ ടു വോളിയം ഏരിയ ഇൻറ്റു we could say the which one length of the path എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാൻ പറ്റും. ഏരിയ ഇൻറ്റു ആ പാത്തിന്റെ ലെങ്ത് എന്ന് നമുക്ക് ഇവിടെ എഴുതാൻ സാധിക്കും. ബിക്കോസ് ഏരിയയും ലെങ്ത് സ്ക്വയർ ആണ്, ഏരിയ ലെങ്ത് സ്ക്വയർ ആണ്, ലെങ്ത് ഓഫ് ദ പാത്ത് എന്ന് പറഞ്ഞാൽ L ആണ്. അപ്പൊ ഈ ഹോൾ തിങ്ങിന്റെ ഡയമെൻഷൻ L³ ആണ്, വോളിയം ആണ്. സോ ഏരിയ ഇൻറ്റു ലെങ്ത് ഓഫ് ദ പാത്ത് നമുക്ക് വോളിയത്തിനെ പറയാൻ സാധിക്കില്ല. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ പൈ ഡി സ്ക്വയർ ആണ്. ആൻഡ് ലെങ്ത് ഓഫ് ദ പാത്ത് എന്ന് പറയുന്നത് എത്രമാത്രം ഡിസ്റ്റൻസ് ആയിരിക്കും, that means distance covered by that single gas molecule. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെലോസിറ്റി ഈസ് ഡിസ്റ്റൻസ് ബൈ ടൈം. സോ ഇവിടെ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു നമ്മൾ ഗ്യാസ് മോളിക്യൂളിന്റെ ആവറേജ് വെലോസിറ്റി ആണ് പറയുന്നത്. സോ ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. അത് ഹാപ്പൻ ചെയ്ത ടൈം ഡെൽറ്റ ടി സമയത്താണെന്ന് നമ്മൾ പറഞ്ഞു കൊളീഷൻ സംഭവിച്ചത്. സോ ഡെൽറ്റ ടി, സോ ഇവിടെ പൈ ഡി സ്ക്വയർ ആവറേജ് വെലോസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് നമുക്ക് ഇതിനെ എഴുതാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഇതിനെ എഴുതാൻ സാധിക്കും. അതായത് എന്താണ്, ഈ ഒരു ഡെൽറ്റ ടി സമയത്ത് അത് സ്വീപ്പ് ചെയ്യുന്ന വോളിയം എന്ന് പറയുന്ന പൈ ഡി സ്ക്വയർ വി ഡെൽറ്റ ടി. ഓക്കെ ഓക്കെ അപ്പം അത് കൊളൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു മോളിക്യൂളായിട്ട് ഇത് കൊളൈഡ് ചെയ്യുന്നു ഡെൽറ്റ ടി സമയത്ത്. അപ്പം ആ മോളിക്യൂള് സ്വീപ്പ് ചെയ്ത വോളിയം എന്ന് പറയുന്നത്, ആ വോളിയം അത് 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 സംഭവിച്ച വോളിയം എന്ന് പറയുന്ന, ആ ട്രാവൽ ചെയ്ത അല്ലെങ്കിൽ ആ ഒരു കാര്യം നടന്ന ആ വോളിയം എന്ന് പറയുന്നതാണ് പൈ ഡി സ്ക്വയർ വി ഡെൽറ്റ ടി. ഇഫ് സപ്പോസ് ഇത് നമ്മൾ ഒരു സിംഗിൾ മോളിക്യൂളിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്, സിംഗിൾ മോളിക്യൂൾ ഇത്രയും ഏരിയ വോളിയം സ്വീപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. സപ്പോസ് ഇഫ് എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം എന്ന് വിചാരിക്കാം. ആ ഒരു മൊത്തം നമ്മളൊരു ഫുൾ ഗ്യാസ് എടുക്കുമ്പോൾ ഒരു യൂണിറ്റ് വോളിയത്തിന്റെ അകത്ത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, ഒരു യൂണിറ്റ് വോളിയത്തിന്റെ അകത്ത് എൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. എൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ ഒരു ഡെൽറ്റ ടി സമയത്ത്, ബിക്കോസ് ഈ ഒരു ഡെൽറ്റ ടി എന്ന് പറയുന്ന സമയത്ത് ഓക്കെ, ഇതിപ്പോ നമ്മൾ ഒരു മോളിക്യൂൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തത് ഒരു മോളിക്യൂള് പോയിട്ട് മറ്റൊരു റെസ്റ്റിലിരിക്കുന്ന മോളിക്യൂളിനെ ഇടിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു യൂണിറ്റ് വോളിയം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കുറെ മോളിക്യൂൾസ് ഇരിക്കുകയാണെങ്കിൽ അതിനെല്ലാം ഈ മോളിക്യൂള് പോയിട്ട് ഇടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ മോളിക്യൂളിന്റെ എത്ര കൊളീഷൻസ് അവിടെ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് കൊളീഷൻസ് ഇൻ ടൈം ഡെൽറ്റ ടി എന്ന് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇൻ ടൈം ഡെൽറ്റ ടി മീൻസ് ഈ വോളിയത്തിനെ നമ്മളുടെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. സോ n ഇൻറ്റു പൈ ഡി സ്ക്വയർ വി ഡെൽറ്റ ടി ഇതാണ്. അപ്പൊ നമുക്ക് ഇനി റേറ്റ് ഓഫ് കൊളീഷൻ എന്താന്ന് നോക്കാം. അതായത് ഒരു യൂണിറ്റ് ടൈമിൽ എത്രമാത്രം കൊളീഷൻസ് ആണ് നടക്കുന്നത് എന്നുള്ളതാണ് റേറ്റ് ഓഫ് കൊളീഷൻ. ഒരു യൂണിറ്റ് ടൈമിൽ എത്രമാത്രം കൊളീഷൻസ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഈ റേറ്റ് ഓഫ് കൊളീഷനെയാണ് നമ്മൾ കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് ടൈം എടുക്കുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ എത്രമാത്രം കൊളീഷൻസ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, സോ അതിനുവേണ്ടി എന്ത് ചെയ്യാം, ഇതാണ് ടൈം ഡെൽറ്റ ടിയിൽ നടക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് കൊളീഷൻസ്. ഇത്രയും കൊളീഷൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പം ഒരു യൂണിറ്റ് ടൈമിൽ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. വി ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ റേറ്റ് ഓഫ് കൊളീഷൻ നമുക്ക് കിട്ടും. റേറ്റ് ഓഫ് കൊളീഷൻ അല്ലെങ്കിൽ നമ്മളുടെ കൊളീഷൻ നടക്കുന്ന ഫ്രീക്വൻസി, റേറ്റ് ഓഫ് കൊളീഷൻ അഥവാ കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നതാണ് ഇപ്പൊ കിട്ടി n പൈ ഡി സ്ക്വയർ വി നെറ്റ്. ഓക്കെ, അത് എത്രമാത്രം ഓഫൺ ആയിട്ട് കൊളീഷൻ സംഭവിക്കുകയാണ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ടൈമിൽ എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ടൈം പീരീഡും ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ, ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു
എന്താണ് 1/t ആണ് അല്ലെ, 1 ടൈം പീരീഡ് ആണ് ഫ്രീക്വൻസി എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള ജനറൽ റിലേഷൻ. അപ്പം ഒരു രണ്ട് കൊളീഷൻസ് തമ്മിലെടുക്കുന്ന ആവറേജ് ടൈം, അതിന് നമ്മൾ ആ ടൈം പീരീഡിനെ നമ്മൾ ടോ എന്ന് റെപ്രസെന്റ് ചെയ്യാന്ന് വിചാരിക്കുക, ആ ഒരു ടൈം പീരീഡിനെ. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ആവറേജ് ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്. രണ്ട് കൊളീഷൻസിന് ഇടയിലുള്ള ആ ടൈം എന്ന് പറയുന്നത് ടോ എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കൊളീഷൻ റേറ്റ് അല്ലെ കൊളീഷൻ ഫ്രീക്വൻസി നമുക്കുണ്ടെങ്കിൽ കൊളീഷൻ ഫ്രീക്വൻസി 1/t ആണ്. സോ ഇതിൻ്റെ നമുക്ക് ടി എങ്ങനെ എഴുതാം, 1/f എന്ന് എഴുതാമല്ലോ, 1/f എന്ന് എഴുതാം. സോ അതുപോലെ തന്നെ സോ ഈ ടോ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1 കൊളീഷൻ ഫ്രീക്വൻസി അഥവാ കൊളീഷൻ റേറ്റ്. സോ 1/n/d²v. ഇതാണ് നമ്മളുടെ രണ്ട് സക്സസീവ് കൊളീഷൻസ് തമ്മിലെടുക്കുന്ന ആവറേജ് ടൈം. അപ്പം ഈ രണ്ട് കൊളീഷൻസിന്റെ ഇടയിൽ ഒരു കൊളീഷൻ കഴിഞ്ഞ് അടുത്ത കൊളീഷൻ നടക്കുന്നതിനുള്ള സമയമാണ് ടോ. അപ്പം ഒരു കൊളീഷൻ കഴിഞ്ഞ് അടുത്ത ഒരു കൊളീഷൻ വരെ എത്തുന്നിടം വരെ ഗ്യാസ് മോളിക്യൂൾസ് എത്രമാത്രം ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ മീൻ ഫ്രീ പാത്ത്. അതാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ കൊണ്ടുവന്ന സാധനം. മീൻ ഫ്രീ പാത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന എൽ എന്ന് വെച്ചിട്ടാണ്. It is defined as the average distance between two successive collisions. അതൊരു കൊളീഷൻ കഴിഞ്ഞ് അടുത്ത ഗ്യാസ് മോളിക്യൂൾ അടുത്ത കൊളീഷനിലേക്ക് എത്തുന്നതിന് മുൻപേ വരെ അത് എത്രമാത്രം ഡിസ്റ്റൻസ് സഞ്ചരിക്കുന്നു, അതാണ് the mean free path. So നമുക്കറിയാം മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിക്കോസ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം. സോ അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം, വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതിയാൽ പോരെ. ഇപ്പൊ ഇവിടെ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L ആണ്. സോ നമ്മളുടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റിയാണ് ഗ്യാസ് മോളിക്യൂളിന് പറയാം. ആൻഡ് ഈ ഒരു ടൈം എന്ന് പറയുന്നതാണ് റെപ്രസെന്റഡ് ബൈ ടു. സോ L is equal to V2 എന്ന് നമുക്ക് എഴുതാം. L is equal to ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൗ. ഇതിൻ്റെ അകത്ത് ആവറേജ് വെലോസിറ്റി ഈ ടൗവിന്റെ എക്സ്പ്രഷൻ നമുക്കിപ്പോ കിട്ടി 1/n/d²v. സോ നമുക്ക് ഇവിടെ കിട്ടി ഈ വിയും ക്യാൻസൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ n/d² കിട്ടും. ഓക്കെ, സോ മീൻ ഫ്രീ പാത്ത് ഇസ് ഈക്വൽ ടു 1/n/d². ഇതാണ് മീൻ ഫ്രീ പാത്തിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇത് അതല്ലാതെ വേറൊരു തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ആണ്, പെർ യൂണിറ്റ് വോളിയം ആണല്ലോ n. അപ്പം ആ നമ്പർ ഓഫ് കൊളീഷൻസ് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ കൊടുക്കുന്ന നമ്പർ ഓഫ് കൊളീഷൻസ് എന്ന് പറയുന്നത് n/d²v ΔT നമ്മൾ കണ്ടു. എത്ര ടോട്ടൽ നമ്പർ ഓഫ് കൊളീഷൻസ് ഇൻ ΔT ടൈം. അപ്പൊ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് എത്രമാത്രം ലെങ്ത് ഡിവൈഡ് ബൈ എത്രമാത്രം ലെങ്ത് അതിന് ട്രാവൽ ചെയ്യാം. ഓക്കെ, ബൈ ടോട്ടൽ നമ്പർ ഓഫ് കൊളീഷൻസ്. മനസ്സിലായോ? ആവറേജ് നമുക്ക് മീൻ ഫ്രീ പാത്ത് കിട്ടാൻ എത്രമാത്രം ലെങ്ത് അത് ട്രാവൽ ചെയ്തു ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കൊളീഷൻസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ദ മീൻ ഫ്രീ പാത്ത്. ആക്ച്വലി ലെങ്ത് ഓഫ് പാത്ത് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കൊളീഷൻസ്. Okay, collisions length divided by number of collisions. So length എന്ന് പറയുന്നത് v ΔT divided by number of collisions എന്ന് പറയുന്നത് this is n/d²v ΔT. സോ ഇതും ക്യാൻസൽ ചെയ്ത് സെയിം നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, ഇങ്ങനെ എടുത്താലും മതി, ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ്, ടെക്സ്റ്റ് ബുക്കിലെ പോലെ നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇച്ചിരി കൂടി ആ രീതി നമുക്ക് പെട്ടെന്ന് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഡെറിവേഷൻ എടുത്തപ്പോൾ തന്നെ നമ്മൾ ഒരു മോളിക്യൂൾ ചെന്ന് ബാക്കി റെസ്റ്റിലിരിക്കുന്ന എല്ലാ മോളിക്യൂളിനും ഹിറ്റ് ചെയ്യുന്നതായിട്ടാണ് വിചാരിച്ചത്. ആക്ച്വലി അങ്ങനെ റെസ്റ്റിലിരിക്കുന്ന ഒരു മോളിക്യൂൾ എന്നില്ല. ഞാനിപ്പം ഇത് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഇവിടെ ഒരു മോളിക്യൂൾ ഉണ്ട്, ആ മോളിക്യൂൾ മറ്റൊരു മോളിക്യൂളിനെ പോയി ഇടിച്ചു എന്നാണ് പറഞ്ഞത്. അത് റെസ്റ്റിലിരിക്കുന്ന ഒരു മോളിക്യൂളിനെ പോയി ഇടിച്ചു. ആക്ച്വലി അങ്ങനെ റെസ്റ്റിലിരിക്കുമല്ലോ, ഈ മോളിക്യൂളും ആക്ച്വലി മൂവിങ് ആയിരിക്കും. അപ്പം ആ മോളിക്യൂളിന്റെയും കൂടി വെലോസിറ്റി ഒക്കെ കൺസിഡർ ചെയ്യണം. അപ്പം ജനറലി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഈ ഒരു വെലോസിറ്റി എന്ന് പറയുന്നത് ശരിക്കും ആവറേജ് റിലേറ്റീവ് വെലോസിറ്റി എടുക്കണം. ഓക്കെ, ഇതല്ല എടുക്കേണ്ടത്. ഇതിന് പകരം നമ്മൾ ആവറേജ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ മോളിക്യൂൾ.
അതായത് VR എടുക്കണം. ആവറേജ് റിലേറ്റീവ് വെലോസിറ്റി എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം ആക്ച്വലി. കാര്യം ആ മറ്റെല്ലാ മോളിക്യൂൾസും മൂവിങ് ആണ്, അതും റാൻഡംലി കൊളൈഡ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ അത് കൺസിഡർ ചെയ്യുന്ന ആവറേജ് റിലേറ്റീവ് വെലോസിറ്റി, ദ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു അനദർ വെലോസിറ്റി. അപ്പൊ ആ രീതി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെ ആയിരിക്കണമായിരുന്നു എടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പൊ കിട്ടിയ ടോ എന്ന് പറയുന്നത്, ഇൻ ദാറ്റ് കേസ് നമ്മുടെ ആവറേജ് വെലോസിറ്റി, അപ്പം ആവറേജ് വെലോസിറ്റി നമ്മളുടെ ഈ ഒരു ആവറേജ് വെലോസിറ്റിയും ആവറേജ് റിലേറ്റീവ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ, ആവറേജ് നമ്മളിപ്പോൾ എടുത്തത് ആവറേജ് വെലോസിറ്റി ആണ്. ആവറേജ് റിലേറ്റീവ് വെലോസിറ്റിയും ഈ ആവറേജ് വെലോസിറ്റിയും തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. ആവറേജ് റിലേറ്റീവ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു √2 ഇൻറ്റു ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു റിലേഷൻ ഉണ്ട്. അപ്പൊ ഈ റിലേഷൻ അനുസരിച്ച് നമ്മളുടെ എല്ലാം മോഡിഫൈഡ് ആവും. സോ ഇവിടെ നമ്മൾക്ക് കിട്ടിയ ടോ എന്ന് പറയുന്നത്, നമുക്ക് ഏർലിയർ കിട്ടിയ ടോ എന്ന് പറയുന്നത് ഇതായിരുന്നു, 1/n/v(d²) എന്നുള്ളതായിരുന്നു. അപ്പം ഈ ഒരു നമ്മൾ ഈ VR യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത് ട്രാൻസ്ഫോം ചെയ്യുന്ന ഇങ്ങനെ ആയിരിക്കും. ടോ ഇസ് ഈക്വൽ ടു 1/, നമ്മൾ ഈ വിക്ക് പകരം √2v കൊടുക്കണം, √2v(n/d²) എന്ന് വരും. സോ അതിനനുസരിച്ച് നമ്മളുടെ L എന്ത് വരും? L വിൽ ബി ഈക്വൽ ടു, ഇവിടെ നമുക്ക് L എന്ന് പറയുന്നത് ഈ എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ അങ്ങനെ ആ ഒരു കണക്കിന് ഇവിടെ എടുക്കുമ്പോഴത്തേക്കും L എന്ന് പറയുന്നത് നമ്മളുടെ ടൗ, ബിക്കോസ് അതിന് വ്യത്യാസം വരുന്നില്ലല്ലോ. സോ v ടൗ ഡിവൈഡ് ബൈ √2v(n/d²) എന്ന് വരും. സോ ഇവൻ ഇതെന്ന് പറഞ്ഞാൽ ലെങ്ത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്, അപ്പൊ അതിന് വ്യത്യാസം വരുന്നില്ല. ഓക്കെ, നമ്മളുടെ അതിന് വ്യത്യാസം വരത്തില്ല, ബിക്കോസ് ദാറ്റ് ഇസ് സെയിം, റൈറ്റ്? ഇവിടെ നമുക്ക് വ്യത്യാസം വരുന്നില്ല. ഓക്കെ, അപ്പോൾ സോറി, സെക്കൻഡ് ഒന്നുകൂടെ കൂടെ എഴുതാം. സോ ലെങ്ത് ഇസ് ഈക്വൽ ടു നമ്മുടെ വെലോസിറ്റി ഇൻറ്റു ടൗ തന്നെയാണ്. ഓക്കെ, ബിക്കോസ് ഇതിന് വ്യത്യാസം വരുന്നില്ലല്ലോ. എങ്ങനെയാന്ന് വെച്ചാൽ വെലോസിറ്റി ഇൻറ്റു ടൈം തന്നെയാണല്ലോ മെയിൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. സോ വി ഇൻറ്റു നമ്മുടെ ടൗ, പക്ഷേ ഇവിടെ ഇപ്പം മാറി √2v(n/d²). സോ ഈ വിയും ക്യാൻസൽ ആയിട്ട് 1/√2n/d² ഇങ്ങനെ വരും. ഇഫ് യു കൺസിഡർ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഫോർമുല, റിലേറ്റീവ് വെലോസിറ്റി ആണ് നമ്മൾ എടുക്കുന്നെങ്കിൽ നമ്മുടെ ഫോർമുല ഇതുപോലെ മാറും. ഹിയർ L എന്ന് പറയുന്നത് ഇങ്ങനെ ആവും, 1/√2n/d² ആവും. നമ്മുടെ റിലേറ്റീവ് വെലോസിറ്റി ആണ് എടുക്കുന്നത്. പക്ഷേ ഈ അസംഷനിലാണെങ്കിൽ L is equal to, നമ്മൾ അങ്ങനെ ആ റിലേറ്റീവ് വെലോസിറ്റി എടുക്കാതിരുന്നാൽ 1/n/d² എന്നുള്ള വാല്യൂ ആയിരിക്കും വരിക. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എയർ മോളിക്യൂൾ ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒരു എയർ മോളിക്യൂൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ആ എയർ മോളിക്യൂളിന്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 485 m/s എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ L എത്രയാണ്, ടൗ എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷൻസിന്റെ അകത്ത് 22.4 ലിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 22.4 liters corresponds to 6.022 into 10^23 molecules, അല്ലെങ്കിൽ അത്രയും ആറ്റംസ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് ഈ എത്രമാത്രം പെർ യൂണിറ്റ് വോളിയം എത്രമാത്രം മോളിക്യൂൾസിനാണ് എയർ ഉള്ളത് എന്ന് നോക്കണം. നമ്പർ ഓഫ് എയർ മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള എത്രമാത്രം മോളിക്യൂൾ ആണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് എയർ മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. അപ്പം ഒരു യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് 22.4 ആണ്. അപ്പോൾ ദാറ്റ് കണ്ടെയ്ൻസ് എന്താണ്? 6.022 into 10^23 molecules. So number of molecules per unit volume എന്ന് പറയുന്നത് 6.022 into 10^23 divided by 22.4 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, എത്രമാത്രം മോളിക്യൂൾസ് ആണ് പെർ യൂണിറ്റ് വോളിയത്തിൽ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ബിക്കോസ് 22.4 ലിറ്റേഴ്സിന്റെ അകത്ത് ഇത്രയും ഉണ്ടാവും. സോ ഒരു പെർ യൂണിറ്റ് വോളിയത്തിന്റെ അകത്ത് എത്രമാത്രം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ 6.022 into 10^23 divided by 22.4 ചെയ്താൽ മതി.
സോ ഇത് ചെയ്യുമ്പോൾ 2.7 into 10^22 per liters എന്ന് കിട്ടും. അപ്പൊ നമുക്ക് മീറ്റർ ക്യൂബിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ക്യൂബ് ആണ്. സോ നമ്മളിവിടെ കൺവേർഷൻ കൊടുത്ത് കഴിയുമ്പോൾ you'll get it like 2.7 into 10^25 per meter cube. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ബിക്കോസ് 1 ലിറ്റർ is equal to 1000 മീറ്റർ ക്യൂബ്. അപ്പൊ നമ്മളിവിടെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇതിനെ പെർ മീറ്റർ ക്യൂബ് ആക്കി. ആൻഡ് ഇനി നമ്മൾ ഡയമീറ്റർ ഓഫ് എയർ മോളിക്യൂൾ എന്ന് പറയുന്നത് 2 into 10⁻⁻10 മീറ്റർ എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടോ കണ്ടുപിടിക്കണം, എന്നാലേ നമുക്ക് എല്ലിലേക്ക് എത്താൻ പറ്റുള്ളൂ. ടോയുടെ എക്സ്പ്രഷൻ 1/n⁻v(d²) എന്നുള്ളതാണ് ടോയുടെ എക്സ്പ്രഷൻ. അപ്പൊ ഇതിൻ്റെ അകത്ത് കൊടുക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. n എന്ന് പറഞ്ഞാൽ 2.7 into 10^25, π എന്ന് പറഞ്ഞാൽ 3.14, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 485, and d² എന്ന് പറഞ്ഞാൽ 2 into 10⁻⁻10 the whole square. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് 6.1 into 10⁻⁻10 seconds എന്ന് കിട്ടും. ആൻഡ് നെക്സ്റ്റ് വൺ L കണ്ടുപിടിക്കണം. L is equal to 1/n⁻d². ഇതുപോലെ തന്നെ n ഉം π ഉം d-യുടെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ you will get it as 2.948 into 10⁻⁻7 മീറ്റർ എന്ന് വരും. സോ നമ്മളുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് അവർ ഡയമീറ്റർ വാസ് 2 into 10⁻⁻10 മീറ്റർ ആയിരുന്നു. സോ ഈ മീൻ ഫ്രീ പാത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 1500 times the diameter of air molecule ആണ്. സോ മീൻ ഫ്രീ പാത്ത് എത്ര വലുതാന്ന് നോക്കിക്കേ. കമ്പയർ ടു ഡയമീറ്റർ മീൻ ഫ്രീ പാത്ത് വളരെ വലിയൊരു ഇതായിട്ടാണ് കിട്ടിയത്. ഓക്കെ, സോ ഈ ഒരു റിലേഷൻ നോക്കിക്കേ. L എന്ന് പറയുന്നത് 1/n⁻d² ആണല്ലോ. സോ ഈ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് എന്നുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ദാറ്റ് മീൻസ് നമ്പർ ഡെൻസിറ്റി അതുപോലെ തന്നെ മോളിക്യൂൾസിന്റെ സൈസുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് മീൻ ഫ്രീ പാത്ത്. അപ്പം അധികം എന്താണ് മോളിക്യൂൾസ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണെങ്കിൽ അവിടെ n എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇവാക്യുവേറ്റഡ് ട്യൂബ് എടുക്കുകയാണെങ്കിൽ അത് ഈ മോളിക്യൂൾസ് ഒന്നും അവിടെ ഇല്ല, അപ്പൊ n സ്മോൾ ആയിരിക്കും. അപ്പൊ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. ആ ട്യൂബിന്റെ അത്രയും, ഏത് ട്യൂബാണ് എടുത്തിരിക്കുന്നത് ആ ട്യൂബിന്റെ അത്രയും തന്നെ ലെങ്തില് മീൻ ഫ്രീ പാത്ത് കിട്ടും. ഓക്കെ, അപ്പൊ അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. എസ്റ്റിമേറ്റ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ എക്സാമ്പിൾ 13.9 ആണ്. നോക്കാം. എസ്റ്റിമേറ്റ് ദ മീൻ ഫ്രീ പാത്ത് ഫോർ എ വാട്ടർ മോളിക്യൂൾ ഇൻ വാട്ടർ വേപ്പർ 373 Kelvin. അപ്പം വാട്ടർ മോളിക്യൂൾ എസ്റ്റിമേറ്റ് മീൻ ഫ്രീ പാത്ത് ഫോർ എ വാട്ടർ മോളിക്യൂൾ ഇൻ വാട്ടർ വേപ്പർ. വാട്ടർ വേപ്പറിലെ ഒരു വാട്ടർ മോളിക്യൂളിന്റെ മീൻ ഫ്രീ പാത്ത് കണ്ടുപിടിക്കണം at 373 Kelvin. യൂസ് ഇൻഫർമേഷൻ ഫ്രം എക്സസൈസസ് 13.1 ആൻഡ് equation 13.41 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് മുന്നേ ചെയ്ത കുറച്ച് എക്സാമ്പിൾസിൽ നിന്നും എക്സാമ്പിൾ 13.1 നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതും അതുപോലെ തന്നെ ഇപ്പം മേലെ കിട്ടിയ ഇക്വേഷൻ ആണ് ഇക്വേഷൻ 13.4 എന്ന് പറയുന്നത്. അതും വെച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ വാട്ടർ വേപ്പറിന്റെയും എയറിന്റെയും ഡയമീറ്റർ സെയിം ആണ്. ഓക്കെ, സോ ഡി ഓഫ് വാട്ടർ വേപ്പർ, അത് ഡയമീറ്റർ ഓഫ് വാട്ടർ വേപ്പറും ഡയമീറ്റർ ഓഫ് എയറും സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയത്, നമുക്കിവിടെ എയറിന്റെ നമ്പർ ഡെൻസിറ്റി കിട്ടിയായിരുന്നു. എയറിന്റെ നമ്പർ ഡെൻസിറ്റി ആണ് നമ്മൾക്ക് കിട്ടിയത് 2.7 into 10⁻25 എന്ന്. ഓക്കെ, സോ ദാറ്റ് ഇസ് അറ്റ് STP. നമ്പർ ഡെൻസിറ്റി മീൻസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, സോ ദാറ്റ് ഇസ് അറ്റ് STP. ദാറ്റ് മീൻസ് അറ്റ് 273 Kelvin ആണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞായിരുന്നു. ഓക്കെ, ദാറ്റ് ഇസ് at 273 Kelvin number density is given by 2.7 into 10⁻25. Okay, and number density അതുപോലെ തന്നെ ടെമ്പറേച്ചറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നമ്പർ ഡെൻസിറ്റി കുറയും. സോ ഇഫ് അറ്റ് ടെമ്പറേച്ചർ T1 നമ്പർ ഡെൻസിറ്റി N1 ആണെന്ന് വിചാരിക്കാം. ഇഫ് T1ലെ നമ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത് N1 ആണ്, T2ന്റെ നമ്പർ ഡെൻസിറ്റി N2 ആണെന്ന് വിചാരിക്കുക. ദെൻ N1 T1 is equal to N2 T2 ആണ്. സോ സപ്പോസ് നമ്മുടെ N1 എന്ന് പറയുന്നത് നമ്മൾ 2.7 to 10⁻25, ദാറ്റ് ഈസ് T1 ടെമ്പറേച്ചർ 273 ആകുമ്പോഴുള്ള നമ്പർ ഡെൻസിറ്റി ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് N2 കണ്ടുപിടിക്കണം. ബിക്കോസ് വി വാണ്ട് എ ടെമ്പറേച്ചർ
373 കെൽവിനിലാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആ നമ്പർ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? N1 T1 will be equal to N2 T2 ആണ്. കാര്യം number density is inversely proportional to temperature. And so from that equation you can find N2 is equal to N1 T1 divided by T2. That is 2.7 into 10 power 25 into 273 divided by 373. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും you will get us 2 into 10 power 25 per meter cube എന്ന് വരും. ഓക്കെ, ബിക്കോസ് എന്താണ് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഡെൻസിറ്റി കുറയുക ചെയ്യുന്നത്. ഓക്കെ, കാര്യം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും നമ്മൾ ഓൾറെഡി കണ്ടാണ്, വോളിയം ഇൻക്രീസ് ചെയ്യും. സോ അതിനനുസരിച്ച് ഡെൻസിറ്റി കുറയും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫോർമുല കൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിച്ചത്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ് മീൻ ഫ്രീ പാത്ത് ആണ്. ഇപ്പൊ മീൻ ഫ്രീ പാത്തിന് 1/n/d² ആണ്. ഇപ്പൊ നമുക്ക് n കിട്ടി, നമുക്ക് n ജസ്റ്റ് കിട്ടി. n we just got 2 into 10 power 25 എന്ന് കിട്ടി. Pi is 3.14. Diameter is like air molecule അതേ ഡയമീറ്ററിനെ എടുത്താൽ മതി. So 2 into 10 power minus 2 the whole square. ഇത് ചെയ്യുമ്പോൾ 4 into 10 power minus 7 മീറ്ററിന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ആ ഒരു എക്സാമ്പിളിൽ നിന്ന് കണ്ടതാണ്, ഇന്ററാറ്റമിക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 ആങ്സ്ട്രോം ആയിരുന്നു. ആറ്റംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 40 ആങ്സ്ട്രോം. 40 ആങ്സ്ട്രോം മീൻസ് 40 into 10 power minus 10 മീറ്റർ. മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് നോക്കിക്കേ, 100 ടൈംസ് ഇന്ററാറ്റമിക് ഡിസ്റ്റൻസ് ആണ്. 100 ടൈംസ് 40 into 10 power minus 10 എന്ന് പറയുന്നതാണല്ലോ 4 into 10 power minus 10. സോ 100 ടൈംസ് ദ ഇന്ററാറ്റമിക് ഡിസ്റ്റൻസ് ആണ് മീൻ ഫ്രീ പാത്ത്. അപ്പം അത്രയും ഒരു കൊളീഷന് മുന്നേ, അടുത്ത ഒരു കൊളീഷൻ കഴിഞ്ഞ് അടുത്ത കൊളീഷൻ വരെ ഇത്രയും ദൂരം സഞ്ചരിക്കാനായിട്ട് ആ ഗ്യാസ് മോളിക്യൂളിന് സാധിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ സൈസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു ലാർജ് വാല്യൂ ആണ് അത് സഞ്ചരിക്കുന്നത്, അതിന്റെ സൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലാർജ് വാല്യൂ ആണ് ഗ്യാസ് ബിഹേവിയർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഗ്യാസ് ഇങ്ങനെ എന്താണ് ഒരു കണ്ടെയ്നർ ഇല്ലാതെ ഗ്യാസിന് സൂക്ഷിക്കാൻ സാധിക്കാത്തതാണ്. കാര്യം ഗ്യാസ് എപ്പോഴും ഇങ്ങനെ ഒഴുകി പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, ആൻഡ് അപ്പം ഈ കൈനറ്റിക് തിയറി നമ്മളിപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിയുവാണ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അപ്പം ഈ കൈനറ്റിക് തിയറിയുടെ ഒരു ഭാഗം നമ്മൾ ഇതിലൂടെ കണ്ടു. അപ്പൊ ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് വെച്ചിട്ട് ഈ മെഷറബിൾ പ്രോപ്പർട്ടീസ് ആയി, ഗ്യാസിന്റെ മെഷറബിൾ പ്രോപ്പർട്ടീസ് ആയി വിസ്കോസിറ്റി, ഹീറ്റ് കണ്ടക്ടിവിറ്റി, ഡിഫ്യൂഷൻ, ഇതെല്ലാം അതിന്റെ മൈക്രോസ്കോപ്പിക് പാരാമീറ്റർ, അതിന്റെ മോളിക്കുലർ സൈസ് എന്ന് പറയുന്നതാണ് അതിന്റെ മൈക്രോസ്കോപ്പിക് പാരാമീറ്റർ, അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള റിലേഷൻസിലൂടെയാണ് molecular size ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദിസ് ചാപ്റ്റർ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യാം. സോ താങ്ക് യു.